എത്തിച്ചു കൊടുക്കാൻ പറ്റും. കാരണം 3.5 വർഷം മുമ്പ് ഒരു നിത്യരോഗിയായ ഞാന്, അതായത് ഓരോ മാസവും മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത എനിക്ക് ഒരു നോട്ട് ബുക്ക് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നോട്ട് ബുക്ക് അട്ടിക്ക് വെച്ചാൽ അതിമേൽ ഡോക്ടർ സീല് ചെയ്ത് ഒപ്പിട്ടാണ് അതിലാണ് എനിക്ക് മരുന്ന് എഴുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറ്റം കിട്ടി. ഇപ്പോൾ 3.5 വർഷമായിട്ട് ഹോസ്പിറ്റലിലേ പോകാറില്ല, ഞാനും എന്റെ ഫാമിലിയും. ഇത് എനിക്ക് മാത്രം പോരാ, ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ആരോഗ്യമുള്ള ഒരുപാട് ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എന്റെ ഒന്നാമത്തെ പർപ്പസ്. ഇതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും പർപ്പസ്. അതായത് നമുക്ക് മാത്രം ആരോഗ്യം ഉണ്ടായാൽ പോരാ, രോഗത്തിൽ നിന്ന് മുക്തി നേടാന് ഒരുപാട് ഫാമിലികൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്ന അതേ ടേബിളിലേക്ക് മരുന്നിന്റെ പൊതിയുമായി കയറി ചെല്ലുന്ന ഒരുപാട് ആളുകളുണ്ട്. 10ഉം 20ഉം 30ഉം ഒക്കെ ക്യാപ്സ്യൂളുകൾ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന്റെ പോലെ തന്നെ മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലതായ രീതിയിൽ മരുന്നില്ലാത്ത ഒരു ജീവിതം അത് ഉണ്ടാക്കലാണ് ഒന്നാമത്തെ പർപ്പസ്. ഒരുപാട് നല്ല ഹെൽത്തിയായ ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മുടെ സിസ്റ്റം റീഗ എന്ന ഒരു പ്രൊജക്ട് മുന്നിൽ വെച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ റീഗ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അത് ഒരുപാട് ഈ ഹെൽത്തി ആയ ഫുഡിന് പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എക്സസൈസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല നോളജുകൾ അതിന്റെ റീഗന്റെ പാർട്ടായിട്ട് ഡോക്ടേഴ്സിന്റെ ക്ലാസ്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഒരുപാട് ഈ നമ്മുടെ സക്സസ് ബറിയുടെ ഒരു ലക്ഷ്യമാണ്, ഒരു പർപ്പസ് ആണ്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ഫാമിലിയെ നമ്മൾ മാത്രം പോരാ, നമ്മുടെ ഫാമിലി മാത്രം പോരാ, ഒരുപാട് ഫാമിലിയെ ഇതുപോലുള്ള മരുന്ന് ഒഴിവാക്കുന്ന ഫാമിലിയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇന്ന് ഏതൊരു ഹോസ്പിറ്റൽ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ക്ലിനിക്കുകൾ എടുത്തു നോക്കിയാലും അവിടൊക്കെ നീണ്ട ലൈനാണ്. അതായത് മരുന്നിന് വേണ്ടിയും ഡോക്ടറെ കാണാൻ വേണ്ടിയും നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ആ വരിയുടെ ആ എണ്ണം ചുരുക്കുക എന്നതാണ് മറ്റൊരു പർപ്പസ്. അതായത് ഹോസ്പിറ്റല് ഇന്ന് വലിയ ബിസിനസ്സാണ്. ഏതൊരു ടൗൺ എടുത്ത് നോക്കിയാലും ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാന്ന് ചോദിച്ചാൽ അത് ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പോ അതൊക്കെ ഉണ്ടാക്കിയത് നമ്മളെപ്പോലെ ഒരുപാട് ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അതിനൊരു മാറ്റം നമ്മുടെ നാട്ടിൽ വേണം. ഇന്ന് അസുഖത്തിന് ഒരു കുറവുമില്ല. ഓരോ ഫാമിലിയിലും ഡോക്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ അങ്ങാടിയിലും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഹോസ്പിറ്റലായി വർക്ക് ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇത് ഏറ്റവും വലിയ ബിസിനസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു രോഗിയെ കിട്ടിയാൽ ആ ഡോക്ടർക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അസുഖം മാറുന്നില്ല. അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, വെരിക്കോസ് വെയിന് തുടങ്ങിയ അസുഖങ്ങൾ ഒരിക്കലും മാറുന്നില്ല. എന്നാൽ ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും പ്രഷറിനും അതുപോലെ വെരിക്കോസ് വെയിനും മരുന്ന് കഴിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ ഒരു മരുന്നും ഇല്ലാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ട ഫുഡ് സപ്ലിമെന്റുകൾ കഴിച്ചുകൊണ്ട് അതിലൂടെ എനർജി നമുക്ക് കിട്ടും, വെൽനെസ് കിട്ടും. ആ വെൽനെസ്സിലൂടെ നമുക്ക് അസുഖത്തെ മാറ്റി നിർത്താൻ പറ്റും. അതാണ് എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകളിലേക്ക് ഈ സംഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇതിലൂടെ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതില് 500 രൂപ മുതൽ ആഴ്ചയിലെ വരുമാനം 30,000 വരെ ഒരു സാധാരണക്കാരായ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത എനിക്ക് വരെ നേടാൻ പറ്റി. എന്നാൽ ഒരുപാട് അറിവുള്ള ആളുകൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതിനെക്കുറിച്ച് തിരിച്ചറിയാതെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ശമ്പളത്തിന് വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ അവസരം എത്തിച്ചുകൊണ്ട് അവരെയൊക്കെ നല്ലതായ ഒരു വരുമാനമുള്ള സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് കൈ പിടിച്ചുയർത്താൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ സിസ്റ്റം വഴി നമുക്കൊക്കെ സാധിക്കും. അതാണ് രണ്ടാമത്തെ പർപ്പസ്. അതായത് ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഓരോരുത്തരെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുറത്ത് നല്ല ഉഷാറായി നടക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷനുകളും കടബാധ്യതകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ കൈപിടിച്ചുകൊണ്ട് നമ്മുടെ സക്സസ് ബറി ഗ്ലോബലിന്റെ ഒരു അംഗമാക്കിക്കൊണ്ട് ഈ സിസ്റ്റത്തിൽ ഒരു ഫോളോവർ ആക്കിക്കൊണ്ട് ഈ സിസ്റ്റം വിജയിക്കുന്ന 1 ലക്ഷം വരുമാനം വാങ്ങുന്ന ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ പരിചയക്കാരും ഒരംഗമാക്കി മാറ്റാൻ അതും നമുക്ക് സാധിക്കും. അതാണ് ഒരുപാട് ഫാമിലിയെ അവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വരുമാനമുള്ള ഒരു ഫാമിലിയാക്കി മാറ്റാൻ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും.
അതും നമ്മുടെ ഒരു പർപ്പസ് ആണ്. അതായത് ചില ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ കടത്തിൽ മുങ്ങിക്കൊണ്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വളരെ ടെൻഷൻ ആയിക്കൊണ്ട് അസുഖത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. തൂക്ക് കയറ് വരെ റെഡിയാക്കി വെച്ചിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ സിസ്റ്റം വഴി നമുക്ക് വഴി കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ. ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ തെളിവ് സഹിതം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം. അതായത് വലിയ വലിയ കടത്തിലേക്ക് മുങ്ങി ഇനി എന്റെ ജീവിതത്തിൽ മുഴുവനും അധ്വാനിച്ചാലും ഈ കടം വീഴൂല എന്ന് 100% വിശ്വാസമുള്ള നിശാന്ത് സാറിനെ പോലുള്ള ഒരുപാട് ലീഡേഴ്സിന് ആഴ്ച വരുമാനം 2,10,000 വാങ്ങിക്കൊടുത്ത നമ്മുടെ സിസ്റ്റം. അതാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ. ഇതുപോലെ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് അവർക്ക് വേണ്ട മീറ്റിങ്ങുകളും അതുപോലെ തന്നെ അറിവും വിശ്വാസവും ഒക്കെ നൽകിക്കൊണ്ട് കൈപിടിച്ച് ഒരു നഴ്സറി വിദ്യാർത്ഥിയെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമുക്ക് ഉയർത്തി സ്റ്റെപ്പുമായി ഉയർത്തിക്കൊണ്ട് ആദ്യം ഒരു ബെറി സ്റ്റാർ ആക്കും, അതുപോലെ ബെറി ഡബിൾ സ്റ്റാർ ആക്കും, ഫാസ്റ്റ് ട്രാക്കർ ആക്കും, ടീം കോർഡിനേറ്റർ ആക്കും. ഇങ്ങനെ ഓരോരോ റാങ്കുകളും അച്ചീവ് ചെയ്തുകൊണ്ട് വരുമാനത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അവർക്ക് സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഗോളുകളും സെറ്റ് ചെയ്തുകൊണ്ട് നല്ല വിജയത്തിന്റെ മാർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ട് വിജയക്കൊടി പാറിപ്പിക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. അതും നമ്മുടെ ലക്ഷ്യമാണ്. ഒരുപാട് ആളുകളെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം നമുക്ക് ഇതിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതും നമ്മുടെ ഒരു പർപ്പസ് ആണ്. ഞാൻ മാത്രം വരുമാനം വാങ്ങിയാൽ പോരാ. എന്റെ കൂടെ വിശ്വസിച്ച് വന്ന 100 കണക്കിന് ആളുകൾക്ക് അവർക്ക് വെറി സ്റ്റാർ എന്ന റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ 3000 രൂപ അക്കൗണ്ടിലേക്ക് വരും. 1000 രൂപക്ക് വേണ്ടി വലിയ വലിയ ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വിദ്യാഭ്യാസ ബോണസിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന. എന്നാൽ അത്രയൊന്നും പണിയില്ലാതെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന ഉൽപ്പന്നം വാങ്ങുക വഴി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആഴ്ച വരുമാനം 3000-ഉം അതുപോലെ തന്നെ വെറി ഡബിൾ സ്റ്റാർ ആകുമ്പോൾ 6000-ഉം ഫാസ്റ്റ് ട്രാക്കർ ആകുമ്പോൾ ഒരു 10,000 ചില്ലാന രൂപയൊക്കെ ഇതിലൂടെ ടീം ബോണസ് തന്നെ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളും ഗോളുകളും സെറ്റ് ചെയ്തുകൊണ്ട് അവർ TC ആകുമ്പോൾ 30,000 ആഴ്ച വരുമാനം. ഇതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കമ്പനി 100% വിശ്വസിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ വിശ്വസിച്ചുകൊണ്ട് ഫോളോ ചെയ്താൽ അവരുടെ റാങ്ക് ഉയർന്നുകൊണ്ട് അവരുടെ താഴെ ഓരോ TCകളും ATCകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വർക്ക് കുറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം വാങ്ങുന്ന ഒരു ലീഡറാക്കി മാറ്റാൻ നമുക്ക് ഇതിൽ സാധിക്കും. അപ്പോൾ ഈ ബെറിഡേ എന്ന പ്രോഗ്രാം ആകുമ്പോഴേക്കും ഒരുപാട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ സക്സസ് ബെറിയുടെ ഒരു പർപ്പസ്. അപ്പോ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടീമിൽ നിന്ന് എത്ര പേരുണ്ടാവണം, ആ ഉണ്ടാവേണ്ട ആളുകളെ നമ്മൾ സിസ്റ്റം ഫോളോവർ ആയ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാക്കി മാറ്റുന്ന ഒരു ലീഡറാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നമ്മുടെ ടീമിൽ നമ്മൾ നടക്കണം. അതുകൊണ്ട് തന്നെ നല്ലൊരു മെന്ററുടെ സഹായത്തോടു കൂടി ആരെയാണ് ഈ ലീഡർഷിപ്പിലേക്ക് നമ്മൾ ഉയർത്തേണ്ടത് എന്ന് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഒരുപാട് ആളുകളെ അവരുടെ താഴെ ലീഡർമാരാക്കിക്കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ നല്ല രീതിയിൽ വലിയ പ്രയാസമില്ലാതെ വരുമാനമുണ്ടാകുന്ന ലീഡറാക്കി മാറ്റാൻ സാധിക്കും. അതിന് നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും വിശ്വസിക്കേണ്ടത് ഈ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനെയാണ്. ആരും ഈ ഓർഗനൈസേഷൻ വിട്ടുകൊണ്ട് സ്വന്തം അഭിപ്രായത്തിൽ ബിസിനസ് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കൂല. കാരണം ഇതില് ഡയമണ്ട് റാങ്കിലേക്ക് ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്തുകൊണ്ട് കാണിച്ചിരുന്ന ലീഡറാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ആൻഡ് ലത മാഡം. അവർക്ക് ഇതിന്റെ പണി അറിയാം. ആ പണി എങ്ങനെ ചെയ്യണമെന്ന് വർഷങ്ങളോളം എക്സ്പീരിയൻസിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമ്മുടെ കൈപിടിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ കൈ വേണ്ട, ഞാനിത് ഉൽപ്പന്നം വാങ്ങി വിറ്റാൽ തന്നെ അതിൽ നല്ലൊരു അച്ചീവർ ആകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് ഇത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൽ വിജയം സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ നമ്മൾ 100% ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിജയിക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിന് ഹോസ്പിറ്റലിന്റെ വരി കുറക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഇന്ന് ഏത് ഹോസ്പിറ്റൽ എടുത്താലും വളരെ തിരക്കാണ്. ആദ്യമൊക്കെ 10 മണി 11 മണിക്കാണ് OP എങ്കിൽ ഇപ്പോ
രാത്രിയും OP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അസുഖത്തിന്റെ എണ്ണത്തിലെ വർധനവാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഹോസ്പിറ്റലില് ആദ്യം ഉച്ചവരെ OP ഉണ്ടായിരുന്നുള്ളൂ, എന്നാല് ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലിൽ ഇപ്പം രാത്രിയും OP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും മരുന്ന് കുടിച്ചുകൊണ്ടല്ലാതെ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മുടെ ആരോഗ്യം താഴോട്ട് പോയിട്ടുണ്ട്. അത് കമ്പനി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എലമെന്റ്സ് വെൽനസ് എന്ന അതിമഹത്തായ ഒരു ബ്രാൻഡ് നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമുക്ക് കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഹെൽത്തിയായ ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 100% ഞാനടക്കം അതിന് തെളിവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, മരുന്ന് എന്ന ഈ സംഭവം നമ്മളെ വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു പർപ്പസ് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്കൊക്കെ ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്താലേ നമ്മൾ ആ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അതായത് സ്വപ്നങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഉറങ്ങുമ്പോ കാണുമ്പോൾ ഉള്ളതല്ല നമ്മുടെ യഥാർത്ഥ സ്വപ്നം. ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്വപ്നം. അതിനുവേണ്ടി അതിന്റെ ലക്ഷ്യങ്ങളും അത് എങ്ങനെ നേടാമെന്ന ഗോളുകളൊക്കെ നമുക്ക് കണക്ട് ചെയ്തു തരാൻ അതിനും സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ കൂടെയുണ്ട്. ഓരോരോ ആളുകൾക്കും ഇപ്പൊ വലിയ വലിയ ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ ഇതിനെക്കുറിച്ച് പഠിച്ച ആളായിരിക്കും, ഇതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ആ മെന്റർ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് അത് 100% ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചുകൊണ്ട് ഫോളോ ചെയ്യുന്നവരാണ് ഇതിൽ ഏതൊരു ബിസിനസ്സിലും വിജയിക്കുന്നവർ. എന്നാൽ നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഈ സിസ്റ്റത്തിനും ഒരു മെന്റർ ഉണ്ട്. അത് വിജയിച്ച ആള് തന്നെയാണ്. ആ മെന്റർ എന്തൊക്കെയാണ് പറയുന്നത് ചോദ്യം ചെയ്യാതെ നമ്മൾ വിശ്വസിക്കണം. അതായത് ഒരു കടലിലേക്ക് ഒരു കപ്പൽ ഇറക്കുമ്പോ ആ കപ്പലിൽ നമുക്ക് വടക്ക് നോക്കി യന്ത്രം ഉണ്ടാവും. ആ വടക്ക് നോക്കി യന്ത്രം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ചലിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ആ കോമ്പസ് തിരിച്ചു വെച്ച ഭാഗത്തേക്കാണ് അത് പോവുള്ളൂ. എന്നാൽ ഈ കോമ്പസ് കംപ്ലൈന്റ് ആയ ഈ വടക്ക് നോക്കിയ യന്ത്രം കംപ്ലൈന്റ് ആയ ഒരു കപ്പലിലാണ് നമ്മൾ കയറിയത് എങ്കിൽ അത് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. അത് ഏതെങ്കിലും കുന്നിലോ മലയിലോ കല്ലിലോ പോയി ഇടിച്ച് തകർന്നിട്ടുണ്ടാകും. അതുപോലെ നമ്മൾ ഒരിക്കലും ആകരുത്. നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ ആണ് നമ്മുടെ കോമ്പസ്. ഈ കോമ്പസ് ഏതൊക്കെ ശരീരത്തിലാണ് ഫിറ്റ് ചെയ്തത് അത് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ലക്ഷ്യമുള്ള ഒരു കപ്പിത്താനുണ്ട്. അതാണ് നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെ അമരക്കാരനായ നമ്മുടെ മനോജ് സാറും ലതാ മാഡവും. ഇതാണ് നമ്മുടെ കോമ്പസ്. ഈ കോമ്പസ് ഒരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴും നമ്മൾ എല്ലാവരും അതിലുണ്ടാകണം. അതും നമ്മുടെ പർപ്പസ് ആണ്. ഒരുപാട് ആളുകളെ ഈ ലക്ഷ്യസ്ഥാനമുള്ള ഈ വഴികാട്ടിയുടെ ഈ കപ്പലിലേക്ക് നമ്മൾ കയറ്റണം. ഈ കപ്പല് എവിടെ വിജയസ്ഥാനത്ത് എത്തുമ്പോൾ ആ വിജയിക്കുന്ന കൊടി പാറിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അയൽവാസികളും ഒരുപാട് ആളുകൾ ഇതിലൂടെ വിജയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലക്ഷ്യമുള്ള ഒരു കപ്പലിലാണ് നമ്മൾ കയറേണ്ടത്. അതാണ് നമ്മുടെ സിസ്റ്റം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവരും ബസ്സിലും മറ്റൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ചൊറുക്ക് നോക്കിക്കൊണ്ട് ആരും ബസ് കയറാറില്ല. നല്ല ചൊറുക്കുള്ള നല്ല ഭംഗിയുള്ള ബസ് ഉണ്ടാവും. ആ ബസ്സിൽ നല്ല യൂണിഫോം ഒക്കെ ധരിച്ച് അതിസുന്ദരനായ ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ കിളിയോ, ഞങ്ങളിവിടെ കിളി എന്നാ പറയാ, അതായത് ബസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ആള്, ഇവരൊക്കെ നല്ല രൂപത്തില് വരൂ നല്ല ബസ്സാണ്, നല്ല TV ഉണ്ട്, നിങ്ങൾക്ക് വൈഫൈ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന ബസ്സിൽ ആരും കയറൂല. പക്ഷേ നമുക്കൊരു ലക്ഷ്യസ്ഥാനമുള്ള ബോർഡാണ് നമ്മൾ നോക്കുക. ബസ്സിന്റെ ചൊറുക്കല്ല നോക്കേണ്ടത്, ഭംഗിയല്ല നോക്കേണ്ടത്. നമ്മള് കോഴിക്കോട് പോകുകയാണെങ്കിൽ കോഴിക്കോട് എന്നുള്ള ബോർഡുള്ള ആ ബസ്സിലാണ് നമ്മൾ കയറേണ്ടത്. അങ്ങനെ പോയാലേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. ഭംഗി നോക്കിയോ അല്ലെങ്കിൽ അവരുടെ സംസാര ശേഷി നോക്കിയോ അതുപോലെ തന്നെ മറ്റുള്ള കഴിവുകൾ നോക്കിയോ ഈ കണ്ടക്ടർ വിളിക്കുന്ന ആ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് വഴങ്ങിക്കൊണ്ട് ഏതെങ്കിലും ബസ്സിൽ കയറിയാൽ ഒരിക്കലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തൂല. അതുകൊണ്ട് മറ്റൊരു പർപ്പസ്, ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന ബസ്സിൽ തന്നെ എല്ലാവരും കയറണം, അതിലെല്ലാവരും കൈകോർക്കണം. അതിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. ലക്ഷ്യമാണ് വേണ്ടത്. ബോധമുള്ള ലക്ഷ്യമുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യാനുള്ള സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ അതിവേഗം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാമാണ് ഈ ലക്ഷ്യബോധമുള്ള ബോർഡുള്ള
ഈ ബസ്സിൽ കയറുന്നത് അവരൊക്കെ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങുന്നുണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബസ് എന്നും കാത്തു നിൽക്കൂല, ഇത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ സ്റ്റോപ്പിലും എത്തുന്ന സമയത്ത് നമ്മൾ അതിൽ കയറണം. അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഔട്ടായിട്ടുണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്. അത് ഒരിക്കലും നമ്മിൽ നിന്നും നമ്മുടെ ടീമിൽ നിന്നും ഉണ്ടാവരുത്. നമ്മൾ എല്ലാവരും ഈ സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ഈ ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഇതിൽ നിന്ന് ഔട്ടാകും. നമ്മൾ വിജയക്കൊടി പാറിക്കുന്ന സമയത്ത് അവിടെ എത്താൻ നമുക്ക് സാധിക്കൂല. അതുപോലെ തന്നെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഈ ബിസിനസ്സിൽ ഞാൻ വരുന്ന സമയത്ത് ഉള്ള ബന്ധങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. ഒരേ ഫോക്കസോടുകൂടി വിജയം മുന്നിൽ കണ്ടുകൊണ്ട്, ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന, നല്ല വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഈ ബിസിനസ് കൊണ്ട് നമുക്ക് സാധിക്കും. അതും ഇതിന്റെ ഒരു പർപ്പസ് ആണ്. അതായത് 1,00,000 വരുമാനം ഉണ്ടാക്കുന്ന ആളാണ് നമുക്ക് മോണിറ്റർ ചെയ്ത് തരുന്നതെങ്കിൽ, നമ്മളെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ 1,00,000 വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുബീൻ സാറ് ആണ് നമ്മളെ നയിക്കുന്നത്. മനോജ് സാറെ നേരിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളാണ് മുബീൻ സാറ്. 1.5 കോടി 2 കോടിയൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. ഈ മുബീൻ സാറ് 1.5 കോടി വാങ്ങുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തൊരു മദ്രസ അധ്യാപകനായ എനിക്കും ഈ 1.5 കോടി ഭാവിയിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഗൈഡിന്റെ പ്രത്യേകത. അതായത് 1.5 കോടി ഗൈഡ് ശമ്പളം വാങ്ങുന്ന, മാസത്തിൽ വരുമാനം വാങ്ങുന്ന ഒരാൾക്ക് തന്റെ അണികളെ 1.5 കോടി വരെ എത്തിക്കാൻ സാധിക്കും. എന്നാൽ മുബീൻ സാറുടെ ഒരു സ്പീച്ചിൽ ഞാൻ മനസ്സിലാക്കിയത് 2026 ആകുമ്പോൾ ഈ 1.5 കോടി എന്നുള്ളത് 5 കോടി 6 കോടിയിലേക്ക് ഉയരാൻ പോവുകയാണ്. എന്നാൽ നമുക്കും ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവും, അതുപോലെ തന്നെ മുബീൻ സാർ എന്തൊക്കെയാണ് ഇവിടെ ഇതിനു വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി ചെയ്തത്, ആ കാര്യങ്ങളാണ് മനോജ് സാറിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള NTC, RTC, STC തുടങ്ങിയ എല്ലാ ലീഡേഴ്സിലൂടെയും നമുക്ക് കൈമാറി തരുന്നത്. അത് വിശ്വസിക്കണം. അത് വിശ്വസിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മുബീൻ സാർ 1.5 കോടി 2 കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് സാധാരണക്കാരായ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന 359 ആളുകൾ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ ഗൈഡ് ലൈൻസിലൂടെ, മനോജ് സാറിന്റെയും മുബീൻ സാറിന്റെയും ഗൈഡൻസിലൂടെ നമുക്ക് ഇത് വാങ്ങിയെടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്. 1,00,000 ശമ്പളം വാങ്ങുന്ന ആൾക്ക് 1,00,000 വരെ ശമ്പളം വാങ്ങിക്കൊടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ 1.5 കോടി 2 കോടിയൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല നല്ല സന്തോഷത്തിലായി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ മുബീൻ സാർ വാങ്ങുന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമില്ലാത്ത രൂപത്തിൽ നമുക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നേടിയെടുക്കുന്ന ഒരുപാട് ആളുകളെ സൃഷ്ടിക്കലാണ് നമ്മുടെയൊക്കെ മറ്റൊരു പർപ്പസ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഏതൊരു നേട്ടം ഉണ്ടാണെങ്കിലും നമുക്ക് ആദ്യം അത് എഴുതി വെക്കണം. എഴുതി വെച്ചുകൊണ്ട് നമ്മൾ അതിനെ എല്ലാ ദിവസവും വിഷ്വലൈസേഷൻ ചെയ്യണം. അതൊക്കെ നമുക്ക് നമ്മുടെ മെന്ററായ മനോജ് സാറ് RTPയിലൂടെ ഒക്കെ നേരിട്ട് കാണിച്ചു തന്നതാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, സ്വപ്നങ്ങൾ കാണാൻ, ഉറക്കമൊഴിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിരാവിലെ എണീറ്റുകൊണ്ട് ആരൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് നമ്മള് വലിയ വലിയ റാങ്ക് അച്ചീവർ ആയിക്കൊണ്ട് നല്ല നല്ല വാഹനവും നല്ല വീടൊക്കെ ആരൊക്കെ ഉറങ്ങാതെ കാണാൻ പറ്റുന്നു, അവർക്കൊക്കെ അത് നേടിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ എഴുതി വെക്കണം. ലിഖിതങ്ങളായ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഇതൊക്കെ വലിയ വലിയ നല്ല രീതിയിൽ വരുമാനം വാങ്ങുന്ന ആളുകളുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമുക്കും ആ സ്വപ്നങ്ങൾ എഴുതി വെക്കാനും അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നത്. എന്റെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതിൽ വരുന്ന സമയത്ത് ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു മദ്രസ അധ്യാപകനായ എനിക്ക് എന്റെ സ്വപ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഇന്ന് ശമ്പളം കിട്ടും, അത് ഒരാഴ്ചനോട് ചെലവാകും. പിന്നെ എങ്ങനെയെങ്കിലും കടം വാങ്ങി തട്ടിമുട്ടി അങ്ങനെ പോകുന്ന എനിക്ക് ആഴ്ചയിലെ വരുമാനം 30,000 വരെ വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്വപ്നങ്ങളാണ് മുന്നോട്ട് വലിച്ചത്. അതായത് എഴുതി വെച്ച സ്വപ്നങ്ങൾ നമുക്ക് വേണം. ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഒരു NDOയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിശാന്ത് സാറുടെ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ സ്വപ്നങ്ങൾ എഴുതി വെക്കണം. അന്നാണ് സ്വപ്നങ്ങൾ എഴുതി വെക്കണം പോലും എനിക്ക് മനസ്സിലായത്.
അങ്ങനെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ഒരു ഗൈഡ് നമുക്ക് തന്നിരുന്നു, സക്സസ് ബറിയുടെ ഗൈഡ്. ആ ഗൈഡില് കാറിന്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ വീടിന്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ ഒരുപാട് കാശുകൾ ഇങ്ങനെ കെട്ടാക്കി വെച്ച ഫോട്ടോ ഉണ്ട്. അവിടെയൊക്കെ ഡേറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കാറിന്റെ സമയത്ത് ഞാൻ ഡേറ്റ് ഇട്ടു. ഏകദേശം ഇതില് ഫാസ്റ്റ് ട്രാക്ക് എന്ന റാങ്ക് അച്ചീവ് ചെയ്ത സമയത്ത് തന്നെ ഈ വിഷയത്തിൽ വർക്ക് ചെയ്ത് 1 കൊല്ലം കൊണ്ട് തന്നെ ഇതിൽ കാറ് വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചു. അതാണ് ഈ കാണുന്ന കാറ്. പുതിയ കാറ് വാങ്ങിയതാണ്. പക്ഷെ അതല്ല എന്റെ സ്വപ്നം, ഈ കാറല്ല. നല്ല നല്ല രീതിയിലുള്ള വലിയ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള നല്ല കാറുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാത്തിലും എല്ലാവരും അംഗീകരിക്കുന്ന രൂപത്തിലുള്ള നല്ല നല്ല വാഹനങ്ങൾ ഇതിലൂടെ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. അത് അന്ന് ഡേറ്റ് ഇട്ട ആ ദിവസത്തിന്റെ 3 മാസം മുമ്പ് തന്നെ എനിക്കിത് വാങ്ങിക്കാൻ സാധിച്ചെങ്കിൽ അത് സ്വപ്നത്തിന്റെ ശക്തിയാണ്. എല്ലാവരും സ്വപ്നങ്ങൾ എഴുതി വെക്കണം. ആ ഗൈഡിൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡയറിയിലൊക്കെ എഴുതി വെക്കണം. ഈ സ്വപ്നങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സ്വപ്നങ്ങള് നമ്മുടെ വാതിലിലും അതുപോലെ തന്നെ കാണുന്ന അലമാരിയുടെ മുന്നിലൊക്കെ ഒട്ടിച്ചു വെക്കണം. എല്ലാ സമയത്തും നമ്മൾ അത് കാണണം. ആ സ്വപ്നങ്ങൾ നമ്മളെ ചോദിക്കണം, എന്താ വർക്കിന് ഇറങ്ങുന്നില്ലേ, ഇത് അച്ചീവ് ചെയ്യണ്ടേ എന്ന് ആ സ്വപ്നങ്ങൾ എഴുതി വെച്ച് ഒട്ടിച്ചു വെച്ച് ആ സ്വപ്നങ്ങൾ നമ്മോട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് വീട്ടിലിരിക്കാൻ സാധിക്കൂല, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഇതിലൂടെ നമുക്ക് ഉണ്ടാവാൻ പറ്റും. അപ്പൊ സ്വപ്നമില്ലാത്ത ആളുകൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കാനും അത് അച്ചീവ് ചെയ്ത് കൊടുക്കാനും നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കും. അതും എന്റെ ഒരു പർപ്പസ് ആണ്. എനിക്ക് മാത്രം കാറ് പോല, ഈ കാറ് ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഇത് അറിയാതെ നമ്മുടെ നാട്ടിലും നമ്മുടെ മറ്റുള്ള നാടുകളിലുണ്ട്. അവർക്കൊക്കെ അത് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ചു ഉയർത്താനും അത് അച്ചീവ് ചെയ്യാനുള്ള സഹായവും നമുക്ക് ഇതിലൂടെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതും നമ്മുടെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെയും നമ്മുടെയൊക്കെ പർപ്പസ് ആണത്. അതുകൊണ്ട് തന്നെ എന്ത് സ്വപ്നമുണ്ടെങ്കിലും നമ്മൾ എഴുതി വെക്കണം. ആ എഴുതി വെച്ച സ്വപ്നങ്ങൾ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊക്കെ കഴിവുകളുണ്ട്. ചില ആളുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കഴിവില്ല എന്നാണ്. എന്നാൽ സക്സസ് ബറി ഗ്ലോബൽ നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ബിസിനസ്സുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കഴിവിനെ പരിപോഷിപ്പിക്കാനും അത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കഴിവുകളാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. കാരണം സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ഒരു ടീമാണ്. ഒരാൾക്ക് കഴിയാത്തത് ഒരുപാട് ആളുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ വിജയം. ഇപ്പൊ ഞാൻ കാറ് വാങ്ങിയത് ഈ ബിസിനസ്സിലല്ലെങ്കിൽ എനിക്ക് സാധിക്കൂല. കാരണം ഒരുപാട് ആളുകൾ എന്റെ ടീമിലും അതുപോലെ തന്നെ എന്റെ മുകളിലുള്ള ഒരുപാട് ലീഡേഴ്സും ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് ഇതുപോലുള്ള സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് ഒന്നിച്ചു നിന്നാൽ നമുക്കിതിൽ ഒരുപാട് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നിച്ചു നിന്നാൽ നമ്മളെ തകർക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കൂല. ഒരു ഈർക്കിളി നമുക്ക് സിമ്പിളായിട്ട് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരുപാട് ഈർക്കിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിന്റെ ഒക്കെ ഓലയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം, അത് ഒരുപാട് ഒരു 10-200 ഒരുമിച്ച് കെട്ടാക്കി വെച്ചാൽ അത് ഒടിക്കാൻ നമുക്ക് സാധിക്കൂല, ആർക്കും സാധിക്കൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. ഒന്നിച്ച് ഒരുമയോട് ഒരേ യൂണിറ്റിയോടുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തൊട്ട ബേക്കിൽ നമ്മളെല്ലാവരും ഒരു പിക്ചർ കാണുന്നുണ്ട്. അത് വലിയ ഹെലികോപ്റ്ററിന്റെ പിക്ചറാണ്. എന്നാൽ ഈ സിസ്റ്റത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് സിസ്റ്റത്തിന്റെ പവറാണ്. ഒറ്റക്കല്ല, ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് എന്ത് സ്വപ്നങ്ങളാണെങ്കിലും, പ്ലെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ എന്താണെങ്കിലും നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. കൂട്ടത്തിനൊരു റിസൾട്ട് ഉണ്ട്. കൂട്ടമായ പ്രവർത്തനത്തിനും കൂട്ടമായ പ്രാർത്ഥനയ്ക്കും റിസൾട്ട് കൂടുതലാണ്. നമ്മളെല്ലാവരും പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ. ഒരുപാട് ആളുകൾ ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതാണ് കൂട്ടമായി നിന്നാലുള്ള പ്രവർത്തനം. അത് ഒരു ലക്ഷ്യമാണ്, അതും നമ്മുടെ ഒരു പർപ്പസ് ആണ്. നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് ഒരുപാട് ആളുകളെ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ ഡ്രീമുകളും അവരുടെ ഗോളുകളും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ ആളുകൾക്കും ചുരുങ്ങിയത് 25 സ്വപ്നങ്ങളെങ്കിലും നമുക്ക് വേണം, എഴുതിയത് വേണം.
അച്ചീവ് ചെയ്തത് ഓരോരോന്ന് ടിക്കറ്റ് കൊണ്ട് നമുക്കിതിൽ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എന്റെ സ്വപ്നങ്ങളാണ് നമുക്ക് ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴേക്കും എന്റെ ടീമിൽ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ആളുകൾക്ക് സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കാറ് വാങ്ങുന്നവരുണ്ട്, അതുപോലെ തന്നെ കടം വീട്ടാനുള്ള സ്വപ്നങ്ങളുണ്ട്, വീട് നന്നാക്കാനും വീട് ഉണ്ടാക്കാനുള്ള സ്വപ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കൂട്ടമായി പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ സിമ്പിൾ ആയിക്കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷന്റെ സ്വപ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിന് വേണ്ടത് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഓരോരോ അച്ചീവർ ആകുമ്പോഴും നല്ല ക്ഷമ വേണം. അതുപോലെ തന്നെ നമുക്ക് അഹങ്കാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ലീഡർഷിപ്പിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ അഹങ്കാരം, അതുപോലെ തന്നെ കിബറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 100% മാറ്റി വെക്കുമ്പോഴാണ് നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോ വലിയൊരു ലീഡർ ആയില്ലേ എന്നൊരു ഗേമ നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് പോകുന്തോറും നമുക്ക് നല്ല നല്ല എളിമത്വം നമ്മൾ ശീലിച്ചെടുക്കണം. ഏതൊരു ലീഡറെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ മുബീൻ സാറിനെയൊക്കെ കണ്ട സമയത്ത് നമ്മുടെയൊക്കെ അടുത്ത് വന്നുകൊണ്ട് തോളിൽ കൈയിട്ടിക്കൊണ്ട് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ നേരിട്ട് തന്ന, അതുപോലെ തന്നെ മുബീൻ സാറ് വന്ന് മലപ്പുറത്ത് വന്ന സമയത്ത് കാരവാൻ എന്ന വാഹനം അതിന്റെ അടുത്ത് ചെന്ന സമയത്ത് എന്നോടൊക്കെ പറഞ്ഞു, ഉസ്താദെ കേറി. അങ്ങനെ ഞങ്ങളൊക്കെ അതിൽ കയറി അതില് ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഈ സിസ്റ്റത്തിൽ നിന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഗോളുകളൊക്കെ നമുക്ക് നേടിത്തരാൻ നമ്മുടെ ലീഡേഴ്സും നമ്മുടെ ഒരുപാട് സക്സസ് ബ്രേയുടെ പടയാളികളും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊരു സ്വപ്നം എഴുതി വെക്കുന്ന സമയത്തും എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് നമ്മൾ ഒറ്റക്കല്ല ചെയ്യുന്നത്, ഒരുപാട് ആളുകളുടെ കൂട്ടമായ പ്രവർത്തനത്തിന്റെ റിസൾട്ട് ആണ് ഓരോരോ സ്വപ്നങ്ങളും ഓരോരോ ഗോളുകളും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാതെ എല്ലാ സ്വപ്നങ്ങളും നമ്മൾ എഴുതി വെക്കണം. ആ എഴുതി വെക്കുന്നത് ഇന്നത്തെ ഈ കപ്പാസിറ്റി നോക്കിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യോ എന്ന നമ്മുടെ ബുദ്ധിക്കല്ല എഴുതേണ്ടത്. ലീഡേഴ്സ് പറയുന്ന രൂപത്തിൽ അവിടെ എഴുതന്നെ. ആ സമയത്ത് എന്നെ കൊണ്ടിപ്പോ മദ്രസയിൽ 6000 രൂപ ശമ്പളം, ഞാൻ എങ്ങനെ കാറ് വാങ്ങാന്ന് എന്റെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കൂല. നമ്മൾ എഴുതുന്ന സമയത്ത് അതൊന്നും നോക്കണ്ട. ഇത് ടീമിന്റെ റിസൾട്ട് ആണ്. ആ റിസൾട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ടീമിൽ ഉറച്ചു നിന്നുകൊണ്ട് ആരൊക്കെ കൈപിടിച്ച് കൈകോർക്കുന്നുണ്ടോ അവർക്കൊക്കെ എഴുതി വെച്ച സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഈ ടീമിന് സാധിക്കും. ടീമിന്റെ പവറാണ്, സക്സസ് ബ്രേയുടെ പവറാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല നല്ല ഡ്രീമുകൾ എഴുതി വെക്കണം, നമ്പർ ഇട്ടുകൊണ്ട് എഴുതണം. ഇന്നാള് അൽതാഫ് സാറൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു 100 സ്വപ്നങ്ങൾ എഴുതി വെച്ചതില് 98 ഒക്കെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തു. ഇനിയും സ്വപ്നങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അതുപോലെയൊക്കെ വെറും 4ാം ക്ലാസ്സുകാരനായ നമ്മുടെ അൽതാഫ് സാറിന് സ്വപ്നങ്ങൾ നേടിക്കൊടുത്തത് അൽതാഫ് സാറിന്റെ കഴിവല്ല, അത് സക്സസ് ബ്രേയുടെ പവറാണ്, ഈ കൂട്ടത്തിന്റെ സിസ്റ്റത്തിന്റെ പവറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. സ്വപ്നങ്ങൾ നമ്മുടെ ബുദ്ധിക്കല്ല അത് അച്ചീവ് ചെയ്യുന്നത്, ഒരു ടീമിന്റെ ഒന്നായിട്ടുള്ള എഫോർട്ടാണ്. ഒരു ഗാനമേളക്ക് എല്ലാവരും പാട്ട് പാടേണ്ട ആവശ്യമില്ല. പാട്ട് പാടാൻ കഴിയുന്നവർ പാടുക, കൊട്ടാൻ കഴിയുന്നവർ കൊട്ടുക, ആളെ കൂട്ടാൻ കഴിയുന്നവർ ആളെ കൂട്ടുക. അതുപോലെ തന്നെയാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബലും. എല്ലാവർക്കും പല പല കഴിവുകളാണ്. എന്റെ കഴിവല്ല എന്റെ ലീഡേഴ്സിന് ഉണ്ടാവുക, അതുപോലെ തന്നെ ആ കഴിവല്ല നമ്മളെ താഴെ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഉണ്ടാവുക. എല്ലാവരുടെയും കഴിവുകൾ സമ്മേളിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഗാനമേള വിജയിക്കുക. അതായത് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക്, അതിന്റെ പർപ്പസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എല്ലാവരും ഈ കൂട്ടത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഇതിന് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോൾ അടിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇതിലുണ്ടാകണം, ഈ കളി ഗ്രൗണ്ടിൽ ഉണ്ടാകണം. അതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് ക്ഷമയാണ്. ക്ഷമിക്കാൻ ശീലിക്കണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നല്ലവണ്ണം പണം ഉണ്ടാക്കാൻ സാധിക്കും. ക്ഷമയില്ലാത്തവൻ പണം ഉണ്ടാക്കാൻ സാധിക്കൂല, ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടാകും. നല്ല ക്ഷമ വേണം. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് ഈ സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്ന സമയത്തും ഒരുപാട് ആളുകൾ ഉൽപ്പന്നം വാങ്ങി. പക്ഷെ 2 ഓർഗനൈസേഷൻ ഉള്ളത് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അന്ന് നമ്മളെ ലീഡേഴ്സുമായിട്ട് കണക്ഷൻ ഇല്ല, അന്ന് നമുക്ക് മീറ്റിങ്ങുകളില്ല, ഒന്നുമില്ല. ഈ സമയത്ത് ഒരേ ഭാഗത്ത് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് ഒരു TCയുടെ വോളിയൊക്കെ എത്തിയ സമയത്താണ്
ഇതിന്റെ ക്ലാസ്സുകൾ പിന്നെ സൂമിലൂടെയും മറ്റും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലീഡേഴ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നത്. അന്നാണ് ഇതിന് രണ്ട് ഓർഗനൈസേഷനുള്ള കാര്യം തന്നെ അറിയുന്നത്. അന്ന് പിന്നെ മറ്റുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ട് നല്ല രീതിയിൽ അന്ന് കൊറോണ സമയത്ത് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും പറ്റാത്ത സമയത്ത് ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്തു. അന്ന് ഒരുപാട് ഉസ്താദുമാരായിരുന്നു എന്റെ ടീമിലുണ്ടായിരുന്നു. ഒരു 70ഓളം 80ഒക്കെ ഉസ്താദുമാരുണ്ടായിരുന്നു. അന്ന് കൊറോണ കഴിഞ്ഞ് മീറ്റിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ മഞ്ചേരി BOP ഒക്കെ ഉസ്താദുമാരുടെ ഒരു കളി തന്നെയായിരുന്നു. അന്ന് നമ്മളെ മനോജ് സാറ് വരെ ഞങ്ങളൊരു ബൈക്ക് പോകുന്ന സമയത്ത് എല്ലാവരും ഉസ്താദുമാരായപ്പോ ഒരു തൊപ്പി മനോജ് സാറെ തലയിൽ ഇട്ടു കൊടുത്ത്. കാരണം എല്ലാവരും ഉസ്താദുമാരെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് കൊറോണ കഴിഞ്ഞ് മദ്രസയും പള്ളികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും പോയി, ഞാൻ ഒറ്റക്കായി. അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ മാത്രം ആളുകൾ ഉണ്ടായ ഒരു സമയത്ത് ഞാൻ നോക്കാതെ വർക്ക് ചെയ്തു. അന്ന് എന്നോട് നമ്മുടെ നിഷാൻ സാറ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ശുക്കൂർ സാറൊക്കെ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഇതിൽ പിടിച്ചു നിൽക്കണം, നിങ്ങളിൽ ഒരുപാട് ഭാവിയുണ്ട്. എന്നോട് പറഞ്ഞു 2 വർഷം നിങ്ങൾ ഇൻകം നോക്കാതെ വർക്ക് ചെയ്യണം, വരുമാനം നോക്കാതെ വർക്ക് ചെയ്യണം. ഇതിൽ സക്സസ് നിൽക്കുന്നത് 2 to 5 വർഷം നിങ്ങൾ ചെയ്യുമ്പോഴാണ്. നമ്മൾ കുഴിച്ചിട്ടത് ചീരയല്ല തെങ്ങാണെന്ന് പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ച സമയത്ത് എന്റെ സിസ്റ്റത്തെയും എന്റെ ലീഡേഴ്സിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകളുടെ ടീമായിട്ട് മാറി. അതാണ് നമ്മൾ പറയേണ്ടത്. ആഴ്ച വരുമാനം 30,000 വരെ എനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. അന്ന് ക്ഷമിക്കാതെ ഞാൻ എന്റെ പണിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും പഴയ രൂപത്തിൽ തന്നെ ആരും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത രൂപത്തിലുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് പലതും കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ഞാന് എനിക്ക് നല്ല ഗോൾ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ നല്ല ഡ്രീമുകൾ സെറ്റ് ചെയ്തു, സിസ്റ്റത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്തത് കൊണ്ട് ക്ഷമിച്ചത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിച്ചു. എനിക്ക് മാത്രമല്ല, എന്റെ ടീമിൽ വന്ന ഒരുപാട് ആളുകൾക്ക് ആഴ്ച വരുമാനം 35,000 അതുപോലെ തന്നെ 10,000 20,000 ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചതെങ്കിൽ ഈ സിസ്റ്റത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്തത്, ക്ഷമിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് റബ്ബുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമ നമ്മൾ ശീലമാക്കണം. ക്ഷമ ശീലമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ നല്ല രൂപത്തിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. ക്ഷമിക്കാൻ കഴിയാത്തവർ ഇടക്കിടക്ക് ഇങ്ങനെ തെങ്ങും തൈ കുടിച്ചിട്ടാല് ഇടക്കിടക്ക് പറിച്ചു നോക്കുകയാണെങ്കിൽ അതിന് വളരാൻ സാധിക്കൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. നമ്മൾ കുഴിച്ചിട്ടത് ചീരയല്ല, ഇന്ന് കുഴിച്ചിട്ട് 1 മാസം കൊണ്ട് പറിച്ചു നോക്കാനുള്ളതല്ല. നമ്മൾ കുഴിച്ചിട്ടത് കോടികൾ വരുമാനം തരുന്ന സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷനില് MI ലൈഫ് സ്റ്റൈൽ എന്ന ഈ കമ്പനിയുടെ 10 വിത്താണ് നമ്മൾ കുഴിച്ചിട്ടത്. ഈ വിത്തിലൂടെ മുബീൻ സാറിന് 1.5 കോടി 2 കോടിയൊക്കെ വാങ്ങാൻ സാധിച്ചെങ്കിൽ അതേ മരത്തിലൂടെ നമുക്കും ഇതിലൂടെ കോടികൾ വാങ്ങാൻ പറ്റും. അതിനു വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യണം. നമ്മൾ ഇടക്കിടക്ക് പറിച്ചു നോക്കാൻ പാടില്ല. അതായത് പറിച്ചു നോക്കുന്നത് അത് മുരടിച്ചു നിൽക്കും. എന്താ കിട്ടിയത് 1 മാസമായി 2 മാസമായി, അല്ലെങ്കിൽ 1 വർഷമായി 2 വർഷമായി. നമ്മളൊരു 10 ഏക്കർ തെങ്ങും തോട്ടത്തിലേക്ക് കുറെ തെങ്ങും തൈ കുഴിച്ചിട്ട് അവിടെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താ കിട്ടിയത് ചോദിക്കത് ശരിക്കും വട്ടുള്ളവരല്ലേ ചോദിക്കുള്ളൂ. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്. ഈ 2 to 5 വർഷം നോക്കാതെ, ഇപ്പോഴുള്ള വരുമാനമൊന്നും നോക്കാതെ ആരൊക്കെ ഇത് ക്ഷമിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നോ അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ്. അന്ന് എന്റെ നമ്മുടെ ബെറിഡേ എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഓർഗ് 2-ല് 2 ബസ്സാണ് അവിടെ പങ്കെടുത്തത്. എന്നാൽ എന്നോട് ലീഡേഴ്സ് പറഞ്ഞു, എന്റെ മെന്റർ പറഞ്ഞു, ഉസ്താദെ നിങ്ങള് പവർ സൈഡിലേക്ക് വരുമാനം വരുന്ന ഭാഗത്തേക്ക്, അതായത് വീക്ക് സൈഡിലേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു 5 ടിക്കറ്റ് വാങ്ങണം. 900 രൂപയുടെ ടിക്കറ്റ്. ഈ 100 ചില്ലാനം ടിക്കറ്റിന്റെ പുറമെ വെറും 5 ടിക്കറ്റ് അന്ന് ഞാൻ വാങ്ങി. ഞാൻ ഈ ബെറിഡേക്ക് പോകാൻ വേണ്ടിയിട്ട്, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെങ്ങിൽ കയറുന്ന സമയത്ത് അന്ന് എന്റെ സുഹൃത്തായ ഒരു സുഹൃത്ത് റസാഖ് സാറ് ഇന്ന് കമ്പനിയുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആണ്. അടുത്ത് തന്നെ സോണൽ ടീം കോർഡിനേറ്റർ ആകുന്ന ആളാണ്. എല്ലാ മാസവും പെർഫോമൻസ് ബോണസ് അച്ചീവർ ആണ്. ഇൻഷാ അല്ലാഹ് ഈ മാസം ലോയൽറ്റി ബോണസും പെർഫോമൻസ് ബോണസും അതുപോലെ തന്നെ ഒരുപാട് വരുമാനങ്ങൾ വാങ്ങിക്കൊണ്ട് നല്ലൊരു ഗ്രേറ്റ് ലീഡറിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന റസാഖ് സാറെ അന്ന് ഞാൻ സ്പോൺസർ ചെയ്തത് ഈ 5 ടിക്കറ്റിലെ ഒരു ടിക്കറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു ടിക്കറ്റ് നമ്മുടെ ലത്തീഫ് സാർ തച്ചാമ്പറമ്പാണ്. ഇങ്ങനെയുള്ള വീക്ക് സൈഡിലേക്ക് ലീഡേഴ്സ് കയറി വന്നത് അന്ന് ആ ടിക്കറ്റ് ആണെങ്കിൽ
നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നല്ല ക്ഷമയും അതുപോലെ തന്നെ ഈ സിസ്റ്റം ഫോളോ ചെയ്താല് ഇന്ന് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഈ ക്ഷമ കൊണ്ട് സാധിക്കും. ഏതൊരു വിഷയം അതിന്റെ സക്സസിലേക്ക് എത്തണമെങ്കിൽ 100% ക്ഷമ വേണം. ബിസിനസിന്റെ ഒരു തിയറാണ് ഇത് മാത്രമല്ല, ഏതൊരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ തുണി ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും അതിന്റെയൊക്കെ തിയറിയാണ് 5 വർഷം, 2 to 5 വർഷം. ഏതൊരു ബിസിനസ്സും നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ എഫേർട്ട് ഇടുന്നത് പിന്നീട് ഉണ്ടാവില്ല. അതായത് ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുന്നത് പോലെയാണ്. ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് ആദ്യം ലിവറൊക്കെ എടുത്തുകൊണ്ടെന്ന് നല്ല പ്രയാസത്തിലൂടെ കറക്കണം. ആ കറക്കം നമ്മൾ ഒരു STC വരെ കറക്കണം. STC വരെ കറക്കിയിട്ട് അതാണ്ട് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്കാതെ തന്നെ അത് കറങ്ങുന്നുണ്ടാകും. ഒരുപാട് പവറുള്ള നല്ല എനർജിയുള്ള ഒരു ലീഡർ ആയിട്ട് ജനറേറ്റർ മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരെയും റാങ്കുകളും വരുമാനങ്ങളൊക്കെ. തുടക്കത്തിലുള്ള വരുമാനം ആരും ഇത് നോക്കരുത്, നമ്മുടെ ബോണസ് ആക്കി കണക്കാക്കുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ല രീതിയിൽ, നല്ല വരുമാനമുള്ള രീതിയിൽ, നല്ല ഒരുപാട് ആളുകളെ പവർ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോമർ പോലെ ഒരുപാട് ആളുകൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാക്കി മാറ്റാൻ സാധിക്കും. അതിന് സക്സസ് ബറി ഗ്ലോബലും MI ലൈഫ് സ്റ്റൈലിന്റെ കമ്പനിയും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്താൽ നമുക്കിതിൽ ഒരുപാട് സക്സസുകൾ ഉണ്ടാക്കാൻ സാധിക്കും, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിനെല്ലാവരും 100% ക്ഷമാശീലരായിക്കൊണ്ട് ക്ഷമാശീലം വളർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറാൻ സാധിക്കും. ഇൻഷാ അല്ലാ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. അസ്സലാമു അലൈക്കും.